ദൂരെ ദിക്കിൽ നിന്നൊക്കെ ഓരോരുത്തർ അന്വേഷിച്ച് വന്നിട്ട് വഴി അറിയാണ്ട് വിഷമിക്കുക. ആ വിഷമം അങ്ങനെ തീർന്നോട്ടെ. എന്തേ മേലെടുത്തതും കൂടെ എഴുതായിരുന്നു നായരെ. ശരിയാ, പറ്റിപ്പോയി. സാരല്ല, കൊല്ലൊന്നുകൂടെ കഴിഞ്ഞോട്ടെ. അവൻ സ്വന്തമായിട്ട് കേസെടുത്ത് തുടങ്ങും. അപ്പൊ എന്തായാലും വലിയൊരു ബോർഡ് വെക്കണല്ലോ, അതിലെഴുതാൻ മേലെടുത്തു. എന്തേ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണിയായിട്ട് നിന്നാ മതി. മനുഷ്യന്മാരെ ജീവന്റെ കാര്യ. ബാക്കി ഒന്ന് വയച്ചാ മതി, സൈറ്റിൽ കൊലക്കയറി വീഴും. അത് ശരിയാ. എന്താ അത് ശരി? നിങ്ങളൊക്കെ എന്താ കരുതി എന്റെ അനിയനെ പറ്റി? തേലിട്ടേക്കാ 5-8 മാസല്ലേ ആയുള്ളൂ. കോടതിയിൽ ജഡ്ജിയുടെ മുഖത്തോക്കി മൂപ്പറച്ചില കാച്ച് കേൾക്കേണ്ടതാ. എന്റെ അനിയനായതുകൊണ്ട് പറയണതല്ല. എന്നാൾ ഞാൻ കണ്ട് കണ്ണുപിടിച്ചു പോയി. വലിയ ഏതോ കേസിന്റെ വാ നടക്കുക. എതിർഭാഗത്ത് നമ്മുടെ ഗോവിന്ദയ്യര് കാട്ടൊക്കെ പറക്കണ പോലെ ഇംഗ്ലീഷ് കാച്ചനെ. വിജയൻ എഴുന്നേറ്റ് നിന്നിട്ട് ഒരൊറ്റ വാക്ക, ഐ ഒബ്ജക്ട് ഓണർന്ന്. ഗോവിന്ദയ്യര് പിന്നെ പിടിക്കില്ല. ഇല്ല. രാമൻകുട്ടി മേനെ സ്വന്തം മോനെപ്പോലെയാ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വിളിച്ചോണ്ടു പോകും, ഊണ് കൊടുക്കും. പിന്നെ ചർച്ച തന്നെ ചർച്ച. അയാൾക്ക് വേറെ ഉണ്ടല്ലോ 5-6 ജൂനിയർമാര്. ഒരെണ്ണത്തിന് വീട്ടിൽ വിളിക്കില്ലല്ലോ. ഇപ്പൊ എന്റെ അനിയനായോണ്ട് പറഞ്ഞല്ലേ, ആ കോട്ടും ഗൗണും ഒക്കെ ഇട്ട് നിന്നല്ലേ രാമൻകുട്ടി മേനെ കട്ടിയും കലയാ. അതിപ്പോ കാഴ്ചകൾ ഇങ്ങക്കും ഉണ്ടല്ലോ ഒരു കല. ഇപ്പൊ എന്ത് കലടോ? ഈ പാടത്തും വെലുതൊക്കെ നിന്നിട്ട് ഒക്കെ പോയില്ലേ. ഈ വിജയകുമാരനാരുടെ വീട് ആ ഇതന്നെ. ഈ വഴി നേരെ അങ്ങോട്ട് ചെല്ലണം മേലടത്തേക്കാ. അഡ്വക്കേറ്റ് വിജയകുമാരനാരുടെ ആ അതന്നെ, മേലേടത്തെ വിജയകുമാരനാര് തന്നെ. ദാ ബോർഡ് വായിച്ചു നോക്ക്. നേരെ അങ്ങോട്ട് പോയാ മതി. അല്ലെങ്കിൽ വേണ്ട, ഞാനും വരാം. വഴി തെറ്റണ്ട. എന്നാ കൊടുക്കാനൊന്നുമില്ലേ? കാച്ചിൽ പുഴുങ്ങിയതോ? കൊടുക്കാൻ പറ്റിയ സാധനം. ഞാൻ പറയാറില്ലേ വല്ല കായവറുത്തോ മിക്സറോ വാങ്ങി വെക്കണമെന്ന്. മാന്യമാര് പറഞ്ഞ വീടാണേ. വാങ്ങി കൊണ്ടുവന്നൂടെ? ഇതം കൊടുക്ക. അപ്പൊ ജില്ലാ കമ്മിറ്റിയില് അങ്ങനെ ഒരു ആലോചന വന്നപ്പോ ഞാനൊന്ന് പ്രസ് ചെയ്തു നിങ്ങളുടെ പേര്. അത് അംഗീകരിക്കുകയും ചെയ്തു. പഠിക്കുന്ന കാലത്ത് ഒരു രസത്തിന് എന്തൊക്കെയോ ചെയ്തു എന്നല്ലാതെ എനിക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല. ബന്ധപ്പെട്ട മതിയല്ലോ. പാർട്ടിയുടെ വക്കീലാവെന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഭാഗ്യ. പാർട്ടിയുടെ കേസുകള്, അനുഭാവികളുടെ കേസുകള്, പത്രങ്ങളിലും മാധ്യമങ്ങളിലും മറ്റും കിട്ടുന്ന പ്രാധാന്യം, സർവോപരി ഒരു ദേശീയ പാർട്ടിയുടെ പിൻബലം, പിന്നെ മിടുക്കുണ്ടെങ്കിൽ പാർട്ടിയുടെ ഉന്നതമായ സ്ഥാനങ്ങൾക്ക് വരാനും പറ്റും. മനസ്സിലായോ? മനസ്സിലായി. പക്ഷെ നിങ്ങളുടെ പാർട്ടിയുടെ കേസോ പാർട്ടിയുടെ പിൻബലമോ ഒന്നും എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ വേറെ ആളെ നോക്കണം. എനിക്ക് വയ്യ. വക്കീൽ സാറേ, കേറി വരുന്ന മഹാലക്ഷ്മി ആട്ടി ഇറക്കരുത്. പാർട്ടിയുടെ വക്കീലായാൽ കാശിന്റെ കൊള്ളയാ. ഇവിടെ ഏറ്റവും അധികം ക്രിമിനൽ കേസ് ഉള്ളത് ഞങ്ങളുടെ പാർട്ടിക്കാ. അതറിയോ? അപ്പോ ക്രിമിനൽസ് ധാരാളം ഉണ്ടെന്ന് അർത്ഥം. അപ്പോ നിങ്ങൾക്ക് താല്പര്യമില്ല അല്ലേ? പറഞ്ഞല്ലോ, തീരെ താല്പര്യമില്ല. ആദ്യമായിട്ടാണ് ഒരു വക്കീൽ മുഖത്തടിച്ച പോലെ ഇങ്ങനെ പറയണത്. വാടോ. ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം. ആലോചിക്കാനൊന്നുമില്ല. എനിക്ക് ആവശ്യമില്ല. വിജയകുമാരൻ നായരെ, നാളെ നിങ്ങൾ ഇതിനു വേണ്ടി ദുഃഖിക്കേണ്ടി വരും. ഓ നാളെ ദുഃഖിച്ചോളാം. ചെല്ല്. സാറന്മാരെ ഒന്നും വിചാരിക്കരുത്. എഞ്ചി കണ്ടിട്ട് ആലോചിച്ചുള്ളേ. മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം. എന്താടാ? ഒന്നുമില്ല. എന്തിനാ അവര് വന്നത്? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? അവര് വലിയ നേതാക്കന്മാരാണമ്മേ. അവരൊരു ഉപകാരം ചെയ്യാൻ വന്നപ്പോ അവൻ അത് വേണ്ട. ഏട്ടൻ എന്തറിഞ്ഞിട്ടേ പറയണേ? പാർട്ടിക്കാരെ കുറെ കേസ് കിട്ടുന്നല്ലേ അവര് പറഞ്ഞത്. എന്ത് കേസ്? നക്കാപ്പിച്ച കേസ്. തുടക്കത്തിൽ തന്നെ കുറെ കേസ് കൈ കിട്ടാന്ന് വെച്ചാ ചില്ലറ കാര്യ. അതെ, എനിക്കത് ചില്ലറ കാര്യമാണ്. പാർട്ടിക്കാരുടെ പെറ്റി കേസുകൾ വാദിക്കുന്ന ഒരു മൂന്നാംകിട വക്കീലാവാനല്ല എനിക്കിഷ്ടം. തുടക്കത്തിൽ തന്നെ വലിയ വലിയ കക്ഷികളെ കൈ കിട്ടൂടാ. കിട്ടും. ഏട്ടൻ കണ്ടോളൂ. കണ്ടോമേ, അവന്റെ വർത്തമാനത്തിന്റെ മുഖഭാവത്തിന്റെ ഒരു കല. ഞാനൊന്ന് ഇരുത്തി നോക്കിയ ആ ചൂളണ ചെക്കനാ. ഇപ്പൊ മുഖത്തേക്ക് നോക്കുമ്പോ എനിക്കൊരു ബഹുമാനം. ആയി എന്താ ഇത്? പറഞ്ഞ പോലെ സിഗരറ്റും തുടങ്ങിയോ? ഇതിനൊക്കെ ഏട്ടൻ കാശ് തരുന്നുണ്ടല്ലോ ഈശ്വരാ. ഒരു പൊതി വീട് വാങ്ങാൻ കാശ് തരണമെങ്കിലേ ഇറക്കണം. എന്നിട്ടല്ലേ സിഗരറ്റ്. ഇതാ ചെക്കൻ തന്നാടി. ഏത് ചെക്കൻ? ഇവിടെ കടമ്പാട്ടെ സരോജിയുടെ മോനില്ലേ, മൂന്നൻ. ആ വന്നിട്ടുണ്ട്. ഇങ്ങനെ എപ്പോഴും തരാൻ ഓരോരുത്തർ ഉണ്ടാവുമല്ലോ. ആ ചെക്കൻ കിഴക്കങ്ങാണ്ടൊരു നാട്ടിലല്ലേടാ ഇപ്പൊ? അതെ, കോയിന്നൂരം പൊള്ളാച്ചിക്ക് അടുത്താ. അവന് തരക്കേടില്ലാത്തൊരു നിലയാ. 8-10 ഏക്കർ സ്ഥലവും ഒരു വീടൊക്കെ ഉണ്ട് അവിടെ. അവൻ കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബമായിട്ടാ കഴിയണേ? ആലോചന നടക്കുന്നുണ്ട്. ഞാൻ വെറുതെ ആലോചിച്ചു നമ്മുടെ സുധയുടെ കാര്യം.
എനിക്ക് ഈ തറവാട് മഹിമയൊന്നും വേണ്ട. നമ്മുടെ ദിവാകരനെ പോലെ ഒന്നിനും കൊള്ളാത്തവനായിട്ട് എന്താ കാര്യം? അവന് മോഹമുണ്ടെന്ന് എനിക്ക് തോന്നി. തുറന്നു ചോദിക്കാൻ ഒരു പേടി. ഇവിടുത്തെ ഒപ്പം കഞ്ഞി കുറെ തിന്നിട്ടുണ്ടല്ലോ. നമുക്കൊന്ന് ആലോചിച്ചാലോ ഓപ്പോളെ? തെറ്റൊന്നുമില്ല. രാഘവനോടൊന്ന് പറയുന്നേ. ഞാൻ പറയണോ? അല്ലെങ്കിൽ ഓപ്പോളെ എന്നെ പറഞ്ഞാ പോരെ? നല്ല നേരം നോക്കി നീ തന്നെ പറഞ്ഞാ മതി. ഓ, ഞാൻ പറയാം. ഇപ്പൊ തന്നെ പറയാം. ഞാനെന്തിനാ പേടിക്കണേന്ന്? ഡേ, ചില നേരത്തൊക്കെ എന്നെ തട്ടിക്കേറിയെങ്കിലും കാര്യമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞാൽ പൂച്ചയാണ് പൂച്ച. സർക്കിട്ടൊക്കെ കഴിഞ്ഞു ആവോ? ഓ ഓ, ഉം, അല്ല അല്ല, ഞാനേ ഉം. നമ്മുടെ മൂന്ന് വന്നിട്ടുണ്ട് ഗോവിന്ദാപുരത്തുനിന്ന്. അവനെ കണ്ടിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന്. എന്നിട്ട് അവൻ എന്നെ കണ്ടില്ലല്ലോ. ഇന്ന് അവന്റെ സ്ഥലം കാണാൻ ആള് വന്നിരുന്നു. ആ തിരക്കില് എന്നിട്ട് കച്ചവടായോ? ചിലപ്പോ മുറി. ഇതിനാ വിളിക്കണേ? എന്റെ അമ്മയുടെ ഓരോ വിഡ്ഢിത്തിരകളെ. ഉം. ഞാൻ മുകുന്ദന്റെ ഗോവിന്ദാപുരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ എന്നോട് ചോദിക്കാലോ. അപ്പോളേ ഞാൻ പറഞ്ഞു നീ അറിയണ്ട, അറിഞ്ഞാ ചിലപ്പോ ദേഷ്യപ്പെടുമെന്ന്. അതിന് എന്ത് ചോദിച്ചു എന്നായി പറയണേ? ഏയ് ഒന്നുമില്ല. നമ്മുടെ സുതയ്ക്ക് മുകുന്ദനെ ആലോചിച്ചാലോ ഒന്ന്. അല്ല, ഞാനല്ല, ഓപ്പോളെ ചോദിച്ചാൽ വിട്ടിത്തരം. അത് നമുക്കൊരു ആലോചനയായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. ചെക്കനല്ലേ ആലോചനയായിട്ട് ഇങ്ങോട്ട് വരണ്ടേ? അല്ല, അത് നമ്മുടെ കുടുംബത്തിൽ കയറി വന്ന് പെണ്ണി ചോദിക്കാൻ അവനൊരു പേടിയുണ്ട്. എന്തിനാ പേടിക്കണേ? അവൻ അസൽ ആൺകുട്ടിയല്ലേ, മണ്ണറിയണവനല്ലേ. അവൻ ആരുടെ മുന്നിലും കയറി ചെന്ന് മുഖത്ത് നോക്കി ചോദിക്കാലോ. ഇത് എങ്ങനത്? അപ്പൊ ഞങ്ങളുടെ പെൺകുട്ടിയെ കണ്ടിട്ട് ബോധ്യമായല്ലോ. ഞാൻ കാണാത്ത കുട്ടിയൊന്നല്ലല്ലോ. ഇങ്ങനെ ഒരു ചടങ്ങിന് തന്നെ ആവശ്യമില്ല. രാഘവേട്ടനോട് നേരിട്ട് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചോദിച്ചിട്ട് അബദ്ധമായി പോയാ എനിക്ക് നാളെ വീട്ടിൽ വരേണ്ടതാണേ. എന്റെ അമ്മാമ്മയുടെ വീട്ടിൽ പോലും എനിക്ക് ഇവിടെ കിട്ടുന്ന സ്നേഹവും സ്വാതന്ത്ര്യവും ഇല്ല. അത് ഇല്ലാണ്ടാവുമെന്നായിരുന്നു എന്റെ പേടി. അമ്മാമ സഹകരിക്കുമല്ലോ അല്ലേ? സഹകരിക്കായിരുന്നിട്ട് എന്താ കാര്യം? ഞാൻ അമ്മാമ്മയുടെ വീട്ടിലെ പണിക്കാരനായി നിന്നിരുന്നെങ്കിൽ ഇന്നും എന്നോട് സ്നേഹം ഉണ്ടായേനെ. എന്നെ ചീത്ത പറഞ്ഞ് ഈ നാട്ടിൽ നിന്ന് ഓടിച്ചത് ഈ രാഘവേട്ടനാ. പിന്നെ കോളേജിലൊക്കെ പോയ ഒരു ആൺകുട്ടി സ്വന്തം വഴി നോക്കാണ്ട് അമ്മാമ്മയുടെ വീട്ടിലെ കന്നിനെ നോക്കി നടന്ന ചീത്ത പറയാണ്ടിരിക്കണ എങ്ങനെയാ? ഇക്കാര്യം അമ്മാമയോട് പറഞ്ഞോ? ഇല്ല, അടുത്ത വരവിന് പറയാം. എന്നിട്ട് ഞാൻ അമ്മാമയെ ഇങ്ങോട്ട് അയക്കാം. എല്ലാം അതിന് ചിട്ടവളത്തിനായിക്കോട്ടെ. എന്നാ പോണേ? ഇന്ന് പോണം.